ഹായ്, ഫ്ലോറിംഗ് റിവ്യൂവിന് മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ മാർബിൾ വർക്കിന്റെ 1 മുതൽ 3 വരെയുള്ള ഘട്ടങ്ങൾ പറഞ്ഞിട്ടോ. ഇനി അതിനകത്തൊരു ഘട്ടം കൂടെ വരുന്നുണ്ട്, 4ാമത്തെ ഘട്ടം വരുന്നുണ്ട്. അതിന് മുന്നേ 1ാം ഘട്ടത്തിനകത്ത് കുറച്ച് കാര്യങ്ങൾ സംശയങ്ങളായിട്ട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുമ്മായത്തിന്റെ കനട എങ്ങനെയാണ് വാട്ടർ ലെവൽ ചെയ്യുക, ഇതൊക്കെയാണ് സംശയം ചോദിക്കുന്നത് കേട്ടോ. നമ്മൾ വാട്ടർ ലെവൽ എടുക്കുന്നത് നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കിച്ചൺ വരെ എത്ര വരുന്നുണ്ട് നോക്കും. അതുപോലെ തന്നെ ബെഡ്റൂം ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഒറ്റ ലെവലായിട്ടുള്ള ഒരു വാട്ടർ ലെവൽ എടുക്കാം. സിറ്റ് ഔട്ട് വേറെ സെപ്പറേറ്റ് വാട്ടർ ലെവൽ ആയിരിക്കും. ഇതെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, നമുക്ക് ഒരു 3/4 ഇഞ്ച് 1 ഇഞ്ചോളം നമുക്ക് കുമ്മായത്തിന്റെ കനം വേണം. അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ചിന്റെ അടുത്ത് നമ്മൾ മാർബിളും വരുമല്ലോ. മൊത്തം 1.5 ഇഞ്ചിന്റെ അടുത്ത് നമുക്ക് മൊത്തം കനം കാണണം കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യും, എവിടെയാണ് ഏറ്റവും കുറവ് വരുന്നത്. അതെടുത്തിട്ടാണ് നോക്കുക കേട്ടോ. ഏറ്റവും കൂടുതലായിട്ട് നോക്കുക. ചില ഭാഗത്ത് ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വരും, ചില ഭാഗത്ത് വളരെ കുറവായിട്ട് വരും. മിനിമം നമുക്ക് ഒരു 1.5 ഇഞ്ചിലും കിട്ടും. അവിടുന്ന് ശേഷം നമ്മൾ ബാക്കിയുള്ള മൊത്തം ഒരു കംപ്ലൈൻറ്റ് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കും. എന്നിട്ടാണ് വാട്ടർ ലെവൽ മാർക്ക് ചെയ്യുക. അത് മൊത്തം ഒറ്റ ലെവലായിട്ട് വീട് മൊത്തം മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഫ്ലോറിംഗ് വിരിച്ചിടുന്നത് കേട്ടോ. അതല്ലെങ്കിൽ ഒരു റൂം മാത്രം നമ്മൾ സെപ്പറേറ്റ് വാട്ടർ ലെവൽ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വലിയ ബുദ്ധിമുട്ടായി വരാറുണ്ട്. ബാക്കിയുള്ള ഭാഗത്തേക്ക് നമുക്ക് വാട്ടർ ലെവലും കാര്യങ്ങളൊന്നും കിട്ടാറില്ല.